സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറഞ്ഞ സാധനം നമുക്കൊരിക്കലും നമ്മളെ ലൈഫിൽ നിന്ന് അങ്ങനെ വിട്ടു പോകുന്നില്ല. പിന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ നമ്മളെ കയറ്റി നിർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒരു ലൈവ് ഓണാക്കി നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ബോറിംഗ് സൈഡ് അവിടെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ സോഷ്യൽ ആങ്സൈറ്റി കുറച്ച് സമയത്തേക്ക് മറക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതങ്ങനെ മാറി വേറൊരാളാവാനൊന്നും ആർക്കും പറ്റൂല. അപ്പം ഞാൻ പണ്ടുണ്ടായ അതേ മൈൻഡ് സെറ്റിൽ തന്നെ ഞാൻ ഇപ്പോഴും ഉള്ളത്. എൻ്റെ ആങ്സൈറ്റി ഒന്നും മാറിയിട്ടൊന്നുമില്ല. എനിക്ക് ഇപ്പോഴും ഒരു സഭയിൽ പോയിട്ടിരുന്ന പേടി തന്നെയാണ്. പിന്നെ ഇങ്ങനെ ആ ഒരു പിന്നെന്ന് വെച്ചാൽ പഴയ പോലെ അല്ല. ഫ്രണ്ട്സ് ഇപ്പം ഫ്രണ്ട്സ് ഉണ്ട്, പണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല, 0 ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പം കുറച്ച് ആൾക്കാരുണ്ട് ചുറ്റും, നമ്മളെ ഗ്യാങ് ഉണ്ട്, നമുക്കറിയുന്ന ഫ്രണ്ട്സ് ആൾക്കാരും. അങ്ങനെ എനിക്ക് തോന്നുന്നു അത് കാരണമായിരിക്കും കുറച്ചുകൂടി മൈൻഡ് കുറച്ച് മാറി. ഇപ്പം നല്ല അത്ര വലിയ പേടിയൊന്നും ഇപ്പം ഉണ്ടാവില്ല. ഇപ്പത്തെ ലൈഫ് തൊപ്പി എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ട്? എത്ര ഹാപ്പി ആണിപ്പോ? ഹാപ്പിയാണ്, എൻജോയ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പഴയത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം തൊപ്പി പറഞ്ഞല്ലോ സീറോയിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞു, അല്ല, സീറോ എന്ന് പറഞ്ഞില്ലേ? എവിടെ സീറോ എന്ന് പറഞ്ഞേ? ഞാൻ 0 ഫ്രണ്ട്സ് ആയിരുന്നു സീറോ ഞാൻ പക്ഷെ അല്ല, സീറോയാ സീറോയിൽ നിന്ന് വന്ന ഒരാള് തന്നെയാണ് ഞാൻ. ശരിയാണ്, കാര്യമാണ്. ഓക്കെ. അപ്പം ഇപ്പം സീറോ എന്ന് പറയാൻ ഹീറോ ആയോന്ന് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. കുറച്ച് ആൾക്കാരുടെ ഇടയിൽ ഹീറോ ആയി, അങ്ങനെ ഒരുപാട് പേര്. മൊത്തത്തില് ഞാൻ ഹീറോ ആയിട്ടൊന്നുമില്ല. തൊപ്പിക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉമ്മയൊക്കെ കിട്ടിയില്ലേ? വേറെ ആർക്ക് കിട്ടിയിട്ടുണ്ട്? അതും ഗേൾസ് ഫാൻസിന്റെ ഞാൻ കൊറേ തപ്പിട്ടോ അത് ആരാന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അത് ആരാന്ന്. അന്ന് ആ പെണ്ണ് വന്ന് പെട്ടെന്ന് ഞാൻ വ്ളോഗ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഗ്ലാസിന്റെ കാറിന് ഗ്ലാസ് കത്തി ഒരു ഉമ്മ കിട്ടി, ഒരു ഫോട്ടോ എടുത്ത ആള് പോയതാ. പിന്നെ ഒരു ഐഡിയ ഇല്ല ആളാരാന്നോ, എന്താ പേര് ഞാൻ പറഞ്ഞത്. പക്ഷെ ആളാരാന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ കൊറേ തപ്പി, ഞാൻ എനിക്ക് വന്ന മെസ്സേജ് എല്ലാം ഇങ്ങനെ ഒന്ന് എടുത്ത് നോക്കി, പക്ഷെ ആളെ എനിക്ക് കിട്ടിയില്ല. ഞാൻ കൊറേ നോക്കി. അത് ഭയങ്കര ഞാൻ ശരിക്കും ഇങ്ങനെ വണ്ടറായി പോയി. അങ്ങനെയൊന്നും ലൈഫിൽ അങ്ങനത്തെ ഫസ്റ്റ് കിസ് എന്ന് പറയാൻ പറ്റില്ല. ഫസ്റ്റ് കിസ് അല്ല. അതുപോലെ ഇപ്പൊ പറഞ്ഞ പോലെ എന്തെങ്കിലും ഫാൻ മൊമെന്റ്സ് വേറെ ഉണ്ടായിട്ടുണ്ടോ? തൊപ്പി ശരിക്കും ഞെട്ടിപ്പോയ ഫാൻ മൊമെന്റ്സ് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എന്നാലും ഇത്രയും ആൾക്കാർ ഓൾറെഡി ഇപ്പം നടക്കുന്ന ഫാൻ മൊമെന്റ്സ് എല്ലാം റിപ്പീറ്റ് ആവുന്ന പോലെ. ഇപ്പം ഈ പറഞ്ഞ ഉമ്മ കിട്ടിയ കേസ് മാത്രമേ എനിക്ക് പെട്ടെന്ന് എക്സൈറ്റ് അത്ഭുതപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഏകദേശം ഒരുപോലെ, എല്ലാവരും ഒരുപോലെ ബിഹേവ് ചെയ്യുന്നത്. പബ്ലിക് തന്നെ കണ്ടാലും ഒരാൾ ബിഹേവ് ചെയ്യുന്ന പോലെ തന്നെ മറ്റേ ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ പെട്ടെന്ന് പ്രത്യേകിച്ച് ഞെട്ടിപ്പോയ മൊമെന്റ് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ. അപ്പം തൊപ്പി പണ്ടത്തെ ലൈഫിൽ ഇപ്പം പണ്ട് തൊപ്പിയായിരുന്നു, ഇപ്പം നിഹാദാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ തൊപ്പിയുടെ ആ ലൈഫിൽ തൊപ്പി ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണ കാര്യം എന്താണ്? മിസ് ചെയ്യുന്ന കാര്യമോ? ഞാൻ ഒരിക്കലും ഒന്നും മിസ് ചെയ്യുന്നില്ല. ഞാൻ ആ സമയത്ത് ചെയ്തത് എല്ലാം മോശമായിരുന്നു. നല്ല കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. നല്ല കാര്യങ്ങൾ എനിക്ക് ഒരെണ്ണം പോലും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എല്ലാം വൃത്തിയായിട്ട പരിപാടി തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഞാൻ 100% അത് ഞാൻ അഡ്മിറ്റ് ചെയ്യും. കാരണം ഞാൻ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാലഘട്ടമാണത്. കാരണം എന്താ പറയുക, ഞാൻ കാരണം ചിലപ്പോൾ പറയാൻ പറ്റില്ല, എനിക്കറിയില്ല. ഞാൻ കാരണം എന്നെപ്പോലെ ആവാൻ നോക്കി നശിച്ചുപോയ പിള്ളേർ വരെ ചിലപ്പോൾ ഉണ്ടാവും. കാരണം ഞാൻ അങ്ങനത്തെ ക്രേസി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത്. അപ്പം അത് കണ്ട് ഇൻസ്പയറായി നശിച്ചുപോയ ആൾക്കാരുണ്ടാവും. ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ആവരുതെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയല്ല ആയതിനും കുറെ കാരണങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഹാപ്പിയാണ്, എനിക്ക് അങ്ങനെയൊന്നും ആവേണ്ട കാര്യമില്ല. പക്ഷെ ഭാവിയിൽ ഞാൻ ടോട്ടലി എന്തെങ്കിലും ആയിപ്പോ എനിക്കറിയില്ല. ലൈഫല്ലേ, എന്ത് സംഭവിക്കും എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി എപ്പോഴെങ്കിലും പഴയ തൊപ്പിയിലേക്ക് തിരിച്ചു പോവോ? അത് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഒരിക്കലും അങ്ങനെ സംഭവിക്കരുതേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ പറയാൻ പറ്റില്ല. ലൈഫല്ലേ, എന്ത് എപ്പം സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ലൈഫിൽ എന്തെങ്കിലും അടുത്തൊരു ട്രോമയോ അങ്ങനെ എന്തെങ്കിലും വന്ന് ഞാൻ ലൈഫ് മൊത്തം ഫക്ഡപ്പ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ആ സ്റ്റേജിലേക്ക് പോകുമായിരിക്കും. എനിക്കൊരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. കണ്ണട മാറ്റൂ, കണ്ണ് കാണാൻ പറ്റില്ല. ഓക്കെ. അപ്പം പണ്ടത്തെ തൊപ്പി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന തൊപ്പിയുടെ ആ ഒരു കണ്ണട വെച്ചോട്ടെ. എക്സ്പോഷർ ആകുമ്പോൾ സംസാരിക്കാനുള്ള ഇത് കിട്ടുന്നില്ല. ഇതല്ലേ നല്ലത്?
എക്സ്പ്രഷൻ ഒന്നും അറിയാൻ പറ്റണില്ല ഫേസിൽ. അത് തീരെ കുഴപ്പമില്ല. ആണോ? ഓക്കെ. കണ്ണിൽ നിന്ന് നമുക്ക് പറയാം. സത്യം പുറത്തു വരാണ്ടിരിക്കാനാണ് നോക്കുന്നത്. ഓക്കെ. അപ്പോൾ പണ്ടത്തെ തൊപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് എന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ തൊപ്പിയുടെ ആ ഒരു വെറൈറ്റി ഹെയർ സ്റ്റൈലാണ്. അത് തൊപ്പിക്ക് മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, സത്യം പറഞ്ഞാൽ ഇല്ല. കാരണം അതൊരു വെയിറ്റ് പോലെ തലയിൽ. അതായത് അത് വളർന്ന് ഭയങ്കര വലുതായി. ആദ്യമെല്ലാം ഓക്കെ ആയിരുന്നു, പിന്നെ വളർന്ന് വലുതായി വലിയ ഒരു ബാണ്ടക്കെട്ട് പോലെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. അത് മുറിച്ചതിന് ശേഷമാണ് ഇത് മുറിച്ചതിന് ഇത്രയും വലിയ ഭാരം തലയിൽ നിന്ന് ഇറക്കി വെച്ച ഒരു സുഖം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞത് മുറിച്ചതിന് ശേഷം. മുറിക്കുന്നവരെ എനിക്കത് അറിയില്ലായിരുന്നു, ഞാൻ ഇത്രയും വലിയൊരു ഭാരം തലയിൽ കൊണ്ട് നടക്കുന്നത്. മുടീൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മൊത്തം ഞാൻ ആ സമയത്ത് ഉണ്ടായ ക്യാരക്ടർ അടക്കം അത് മാറ്റി വെച്ചപ്പോൾ മൈൻഡിനും ഒരു ഭാരം ഇറക്കി വെച്ച പോലത്തെ ഒരു ഫീലാണ്. ഭയങ്കര എന്താ പറയുക, റിലാക്സ്ഡ് ആയി അതിന് ശേഷം. തൊപ്പിന്ന് നിഹാദിൽക്ക് മാറണം എന്ന് തോന്നാൻ കാരണം എന്താ? അതിനൊരു ഒരു കാരണം ഉണ്ടാവുമല്ലോ, ആ ഒരു പോയിന്റ് വരാനായിട്ട്. അതിനെന്താണ് കാരണം? സത്യം പറഞ്ഞാൽ ആ സമയത്ത് തൊപ്പിയിൽ നിന്ന് നിഹാദിലേക്ക് മാറാൻ അല്ല ഞാൻ വിചാരിച്ചത്. ഞാൻ ആ സമയത്ത് ബ്രേക്ക് എടുത്തൊരു 5-6 മാസം കഴിഞ്ഞ് തിരിച്ച് നിഹാദിലേക്ക് വരുന്നത് ഞാൻ പ്ലാൻ ചെയ്ത് വരുന്നതല്ല. അതായത് ഈ തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ അവസാനിപ്പിച്ച് ഈ സോഷ്യൽ മീഡിയ അവസാനിപ്പിക്കുക എന്നുള്ള മൈൻഡിലാണ് ഞാൻ ഈ തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയത്. അപ്പോഴൊന്നും ഈ നിഹാദ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു തിരിച്ചു വരവ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആ സമയത്തൊന്നും ആ ബ്രേക്കിലുള്ള 1 മാസം 2 മാസം 3 മാസം 4 മാസം ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരിക്കുക, ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഒന്നും എൻ്റെ മൈൻഡിൽ ഈ നിഹാദ് എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് പുറത്ത് വരണമെന്നൊന്നുമില്ല. ഞാൻ മൊത്തമായിട്ട് നിർത്തി എന്നുള്ള മൈൻഡിൽ തന്നെ ഞാൻ പോയതാണ്. പിന്നെയാണ് ഞാൻ തിരിച്ചു വന്നപ്പോൾ ആൾക്കാർ തൊപ്പിയല്ല ഇത് നിഹാദ് എന്നുള്ള പുതിയൊരു സാധനം ആൾക്കാർ പറയാൻ തുടങ്ങിയത്. പിന്നെ ഞാനത് ആക്സെപ്റ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ തൊപ്പിന്ന് നിഹാദിലേക്ക് മാറാമെന്ന് വിചാരിച്ചിട്ട് പോയതല്ല. സത്യം പറഞ്ഞാൽ ഈ ക്യാരക്ടറെ മൊത്തത്തിൽ സോഷ്യൽ മീഡിയ അവസാനിപ്പിക്കുക എന്നുള്ള മൈൻഡിൽ ഞാൻ നിർത്തിയിട്ട് പോയതാണ്. പിന്നെ അങ്ങനെയൊക്കെ. ഓക്കെ. അപ്പം തൊപ്പീനെ പറ്റി പറയുമ്പോൾ തന്നെ തൊപ്പിക്ക് വണ്ടീനോടുള്ള ക്രേസ് നമുക്ക് ഭയങ്കരമായിട്ട് അറിയാം. അപ്പം വണ്ടീനോട് പണ്ട് തൊട്ടേ ഇവിടെ ഉള്ള ഇപ്പൊ കേരളത്തിലുള്ള വണ്ടി പ്രാന്തന്മാരെ വെച്ച് നോക്കുമ്പോൾ ഞാനൊന്നും ഒന്നുമല്ല. ഞാനൊന്നും എവിടെയും എത്തിയില്ല. എത്ര വണ്ടിയുണ്ട്? ഒരു 4-5 വണ്ടിയുണ്ട്. 6 വണ്ടിയില്ലേ? 6 ബൈക്കെല്ലാം കൂട്ടുവാണെങ്കിൽ 6-7-8 ആയി. ഓക്കെ. ലൈക്ക് വണ്ടി ഇത്ര വണ്ടി വാങ്ങണം എന്നൊക്കെ തോന്നാൻ കാരണം എന്താ? അത് എനിക്ക് സത്യം പറഞ്ഞാൽ വണ്ടിനെ കുറിച്ച് 0 നോളേജ് ആയിരുന്നു. അതായത് ആദ്യം പണ്ട് ഞാൻ ഇങ്ങനെ വണ്ടീൻ്റെ വീഡിയോസ് എല്ലാം റിയാക്ട് ചെയ്യുന്നത് ആൾക്കാർ കണ്ടറിയാം. ഞാൻ ഇവന്മാരെന്ത് ഈ ചിന്തിക്കുന്നത്, എന്താ വണ്ടി കണ്ടിട്ട് കുറേ ഈ വണ്ടി പൊട്ടന്മാർ ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെയല്ല ഞാൻ സംസാരിക്കല്. പിന്നെ ആദ്യമായിട്ടൊരു വണ്ടി എടുക്കുന്നത് നാനോ കാർ എൻ്റെ കണ്ടിട്ടുണ്ടോ? ഒരു മഞ്ഞ നാനോ കാറാണ് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത്. അതിനകത്ത് ഇരുന്നിട്ടല്ലേ വൺ ഡേ ബ്രദർ എന്നൊക്കെ പറയാം? അല്ല, അത് വേറെ. അതൊരു നാനോ അല്ലായിരുന്നോ? അല്ല, അത് നാനോ അല്ല, അത് വേറെ. ഞാൻ കണ്ടപ്പോ